പ്രതിഷേധത്തിൽ രാജ്യ തലസ്ഥാനം സിജെപിയെ പിന്തുണച്ചെത്തിയ രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ്. രാഹുലിന്റെ മുഖത്ത് പരിക്ക്. പ്രിയങ്കയും കെ.സി. വേണുഗോപാലും അടക്കം കേരള എംപിമാരും നേതാക്കളും അറസ്റ്റിൽ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സംഘർഷ രംഗങ്ങൾ. സമരവേദിയിലെത്തി രാഹുലുമായി സംസാരിച്ച കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഡൽഹിയിലെ പോലീസ് നടപടിക്കെതിരെ സംസ്ഥാനത്തും പ്രതിഷേധം. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കുള്ള കെ.എസ്.യു മാർച്ചിന് നേരെ ജലപീരങ്കി. എറണാകുളത്ത് എം.ജി റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ജനവികാരം അടിച്ചമർത്താമെന്നത് മൌഢ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് സഖ്യം വരുന്നു. യു.ഡി.എഫ് ഭരണം വീണു. എൽ.ഡി.എഫ് അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയും പിന്തുണച്ചു. കോൺഗ്രസ് അംഗങ്ങൾ എത്തിയത് വിപ്പ് ലംഘിച്ച്. തലക്കെട്ട് വിവാദത്തിൽ ദേശാഭിമാനിയിൽ നടപടി. വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് കെ.ആർ. അജയനെ മാറ്റി. പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ കടുത്ത അമർഷത്തിൽ സിപിഎം. കള്ളൻ വിജയൻ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച എഴുത്തുകാരൻ. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം. ആഭ്യന്തര വകുപ്പ് നടപടി കുടുംബം അതൃപ്തി അറിയിച്ചതോടെ എം.കെ. റാമിന്റെ ജാമ്യത്തിൽ ഡിജിപിയോട് വിശദീകരണം തേടി മന്ത്രി. സിക്കിം ടണൽ അപകടത്തിൽ മരണം 11ആയി. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. മീഥെയ്ൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട് 3 മണിയോടെ. യുക്രൈനിൽ കൊല്ലപ്പെട്ട മലയാളി നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീവ്രശ്രമം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൽ മരിച്ചത് റഷ്യൻ ആക്രമണത്തിൽ. റഷ്യയെ കടുത്ത പ്രതിഷേധം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം.